ഒരു മനുഷ്യന് 6 ബേസിക് ഹ്യൂമൻ നീഡ്സ് ആണുള്ളത്. ഒരു മനുഷ്യന് 6 ബേസിക് ഹ്യൂമൻ നീഡ്സ് ആണുള്ളത്. ഒന്നാമത്തെ നീഡാണ് സർട്ടനിറ്റി, അല്ലെങ്കിൽ അഷുറൻസ് എന്ന് പറയും. ഉറപ്പ്. എന്താണ് അഷുറൻസ്? ഉറപ്പ്. എന്ത് വേണം ആളുകൾക്ക്? ഉറപ്പ് വേണം. ഈ ഉറപ്പ് വേണ്ടതുകൊണ്ടാണ് 89% ആളുകൾ എംപ്ലോയീസ് ആയിട്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അവർക്ക് ഉറപ്പുണ്ട്. ജോലിക്ക് പോയാൽ മാസാവസാനം ശമ്പളം കിട്ടുമെന്ന ഉറപ്പ്. ആ ഉറപ്പ് ഇല്ല എവിടെ? ബിസിനസ്സിൽ. അതുകൊണ്ടാണ് ഇവർ എംപ്ലോയീസ് ആയിട്ട് തുടരുന്നത്. അപ്പോഴാണ് എൻ്റെ ചോദ്യം, ആ ഉറപ്പ് നിങ്ങൾ അവർക്ക് പാലിച്ചു കൊടുക്കുന്നുണ്ടോ? എല്ലാ മാസവും കൃത്യ ഡേറ്റിൽ അവർക്ക് ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് ആ ഉറപ്പില്ല. പിന്നെ എങ്ങനെ അവൻ മനസ്സറിഞ്ഞ് നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കും? സോ ബേസിക് ഹ്യൂമൻ നീഡ്സിൽ ഒന്നാമത്തതാണ് അഷുറൻസ്, സർട്ടനിറ്റി, ഉറപ്പ്. രണ്ടാമത്തതാണ് വെറൈറ്റി. വെറൈറ്റി, വ്യത്യസ്തത. ചില ആളുകൾക്ക് വ്യത്യസ്തത വേണം. ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെ ചെയ്യുന്നതല്ല അവർക്കിഷ്ടം. അവർക്ക് പുതുമ വേണം. പുതുമ. ഈ 6 കാര്യങ്ങളിലുള്ള വ്യത്യാസമാണ് മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം. എന്തുകൊണ്ട് there are no similar kind of people? കാരണം അവരുടെ പ്രയോറിറ്റി മാറും. ചിലരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഉറപ്പാണ്, അഷുറൻസ് ആണ്. ചിലരുടെ ഫസ്റ്റ് പ്രയോറിറ്റി വെറൈറ്റിയാണ്, വ്യത്യസ്തമായിട്ടുള്ള കാര്യം. മൂന്നാമത്തതാണ് സിഗ്നിഫിക്കൻസ്. എന്താണ് സിഗ്നിഫിക്കൻസ്? ഞാൻ എന്ന ഈഗോ. എനിക്ക് എവിടെ ചെന്നാലും എനിക്കൊരു സ്ഥാനം കിട്ടണം, എന്നെ എല്ലാവരും തിരിച്ചറിയണം, ഞാനൊരു സംഭവമാണ്, എന്നെ എല്ലാവരും അംഗീകരിക്കണം. സിഗ്നിഫിക്കൻസ്. നാലാമത്തതാണ് ലവ് ആൻഡ് കണക്ഷൻ. ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇതാണ് നാലാമത്തെ ബേസിക് ഹ്യൂമൻ നീഡ്സ്, ലവ് ആൻഡ് കണക്ഷൻ. 5 ഗ്രോത്ത്, വളർച്ച, ഉയർച്ച. ഗ്രോത്ത്, ഉയരുക, വളരുക, കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക. ഇത് ഒരു എംപ്ലോയീസിൽ 99% പേർക്കും ഇതില്ല. ഏറ്റവും താഴെയാണ് അവരുടെ പ്രയോറിറ്റിയിൽ. ഏത്? ഗ്രോത്ത്. അവർക്ക് ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഗ്രോത്തേ ഇല്ല. ആറാമത്തതാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ മീൻസ് ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി, ചാരിറ്റി, കോൺട്രിബ്യൂഷൻ, മറ്റുള്ളവരെ സഹായിക്കുക. ഈ 6 ബേസിക് ഹ്യൂമൻ നീഡ്സ് ആണ് മനുഷ്യർക്കുള്ളത്.